മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ. ഹായ് ഹലോ ലെറ്റുസ്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് അപ്പൊ നമ്മൾ ഇന്ന് എന്ത് വീഡിയോ എടുക്കാൻ പോന്നേ? അപ്പൊ ലച്ചുട്ടി ആദ്യമായിട്ട് എവിടെയാ പോകുന്നേ? അപ്പൊ കുറച്ച് നാള് ലച്ചുട്ടി അംഗൻവാടിയിലൊക്കെ പോയി. ഇപ്പൊ ഇതേ സ്കൂളിലോട്ട് പോകാൻ പോവാണ്. ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസമുള്ളൂ. അപ്പൊ നമുക്ക് ലച്ചുട്ടിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാം കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്റം എന്താ നോക്കാം. ഇതാണ് ഫസ്റ്റ് സാധനം. അച്ഛൻ്റെ ടിഫിൻ ബോക്സ്. ഉച്ചയ്ക്ക് അവിടെ നിന്ന് അവൾക്ക് ഫുഡൊക്കെ കിട്ടും. പക്ഷെ രാവിലെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാവാൻ വേണ്ടി മേടിച്ചാണ് ഇത്. ഇതുണ്ടോ, ഇതാണ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. നല്ലത് നമുക്ക് ക്വാളിറ്റി തോന്നി. എടുത്ത സാധനമാണ് ഇത്. അടുത്ത സാധനം കഴിച്ചു. അടുത്തത് അവൾക്ക് സ്കൂളിൽ നിന്ന് പാല് കിട്ടും. അപ്പൊ അത് കുടിക്കാൻ വേണ്ടി ഉള്ളൊരു കപ്പാണ്. അടുത്തത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയുള്ള, കഞ്ഞി കുടിക്കാൻ വേണ്ടിയുള്ള ഒരു പാത്രമാണ്. ജസ്റ്റ് വാട്ടർ ബോട്ടിൽ വെള്ളം കിട്ടുമായിരിക്കും, എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തു വിടാൻ വേണ്ടി ഒരു നല്ല കുപ്പിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് ക്രയോൺസ് ആണ്. ക്രയോൺസ് അവര് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് അത്. അതുപോലെ അടുത്തത് ബുക്കാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ആ സാധനങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കോളം ബുക്കാണ്. കോളം ബുക്ക് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 വരി കോപ്പി, പിന്നെ 4 വരിയുടെ കോപ്പിയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇത്രയും ബുക്ക് അവർക്ക് ആവശ്യമുള്ളൂ എൽകെജിയിലോട്ട്. പിന്നെ ഒരു ബോക്സിന്റെ ഒരു സെറ്റ് വാങ്ങിച്ചേക്കുന്നത്. ഇതിനകത്ത് വരുന്നത് 2 പെൻസിലുണ്ട്, ഒരു സ്കെയിലുണ്ട്, ഒരു ഇറേസറുണ്ട്, ഒരു ഷാർപ്പണറുണ്ട്, പിന്നെ ഒരു ചെറിയ ക്രയോൺസ് ഉണ്ട്, പിന്നെ ബോക്സ് ഉണ്ട്. ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ ടൈപ്പ് മോഡലാണ്. ഇങ്ങനെ യൂണിഫോമിൻ്റെ ഒക്കെ ഇത് വന്നിട്ട് ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും ബോക്സ് ഒന്നും എല്ലാ ദിവസവും കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. അവര് പറയുന്ന ദിവസം മാത്രം കൊടുത്തു വിട്ടാൽ മതി. അപ്പൊ അതാണ് ബോക്സിന്റെ സെറ്റിനകത്തുള്ളത്. അടുത്ത സ്ലേറ്റ് ആണ്. ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നൊന്നും അറിയിച്ചില്ല. കാരണം സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോളം സ്ലേറ്റ് വേണമെന്നായിരുന്നു. അപ്പൊ കോളം സ്ലേറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു സ്ലേറ്റ് വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനുള്ള പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ വേണ്ടത് പെൻസിലും ഇറേസറും ഒക്കെയാണ്. അത് പെൻസിൽ ബോക്സിന്റെ സെറ്റിന്റെ കൂടെ ഉണ്ട്. എന്നാലും ഞാൻ ക്വാളിറ്റി ഉള്ള 2 കൂടി വാങ്ങിച്ചതേ ഉള്ളൂ. അടുത്ത നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞത് സാധനമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്, ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ചെറിയ നല്ല സോഫ്റ്റ് സാധനമാണ്. 3 സിബാണ് വരുന്നത്. ശരിക്കും ആദ്യം വെച്ചും എടുത്തത് വേറൊരെണ്ണമായിരുന്നു. അതിനെന്തോ ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഞങ്ങൾ മാറ്റിയതാണ്. പക്ഷെ എനിക്ക് ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയുണ്ട്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ലച്ചുവിന് ഇഷ്ടമായോ? അപ്പൊ ലച്ചുവിനും ഇത് ഇഷ്ടമായി. ലച്ചുവിന് ശരിക്കും ഏതെടുക്കണമെന്ന് അറിയത്തില്ല. വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവർക്കൊരു തീം ഉണ്ടായിരുന്നു. അവർക്ക് അത് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടിയില്ല. നമ്മൾ അതെന്ത് ചെയ്തു? കൊടയിൽ റീപ്ലേസ് ചെയ്തു. ഈ ഒരു തീമായിരുന്നു അവർക്ക് വേണമെന്നുണ്ടായിരുന്നത്. അപ്പൊ കൊട നിവർത്തി കാണിച്ചു തരാം. ഈ ഒരു തീമായിരുന്നു അവർക്ക് അവളുടെ ബാഗിൽ വേണമെന്നുണ്ടായിരുന്നത്. അത് കിട്ടിയില്ല. അതുകൊണ്ട് കൊടയിൽ നമുക്ക് അതങ്ങ് കിട്ടി. അപ്പോൾ അത് തന്നെ എടുത്തു. പിന്നെ വാങ്ങിച്ച സാധനമാണ് ഇതൊക്കെ എത്ര വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളെല്ലാവരും കൊണ്ട കളയും. ലച്ചുവിന് ഒത്തിരി ഉള്ള ഐറ്റംസാണ്. പക്ഷെ ലച്ചു എല്ലാം കൊണ്ട കളയുന്നതാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഇനി വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചത്. പിന്നെ മുടിയിൽ ബണ്ണ് കെട്ടിക്കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയൊക്കെ സാധനമാണ് നമ്മൾ ലച്ചുവിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ലച്ചുവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച സാധനങ്ങൾ. ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ LKGയിലോട്ട് നമ്മൾ അടുത്തുള്ള സ്കൂളിൽ അയച്ചു പോകുന്നത് അല്ലേ? ലച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ, അംഗൻവാടിയിലെ ഫ്രണ്ട്സൊക്കെ ലച്ചുവിനോട് സ്കൂളിൽ പോകുന്നുണ്ട്. ലച്ചു സ്കൂളിൽ പോകാൻ റെഡി അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറ. ഓക്കെ, ബൈ ബൈ.